ബി.ജെ.പി. പ്രവേശന ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന LDF കൺവീനർ ഇ പി ജയരാജന്റെ പരാതിയിൽ കേസെടുക്കാൻ വകുപ്പില്ലെന്ന് പോലീസ്. മാനഹാനിക്കും ഗൂഢാലോചനയ്ക്കും നേരിട്ട് കേസെടുക്കാനാകില്ലെന്നാണ് പോലീസിന്റെ നിലപാട്. KPCC പ്രസിഡന്റ് കെ സുധാകരൻ, ശോഭാ സുരേന്ദ്രൻ എന്നിവർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയായിരുന്നു ഇ പി ജയരാജന്റെ പരാതി. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാറുണ്ട്. ഷഫീദ്, ഈ ആരോപണം ഉയർന്നപ്പോൾ ഇ പി ജയരാജന്റെ ആദ്യത്തെ പ്രതികരണം തന്നെ കേസുമായി മുന്നോട്ട് പോകും എന്നുള്ളതായിരുന്നു, നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നായിരുന്നു. അപ്പോൾ ഇത്തരം ഒരു ആരോപണത്തിന് പിന്നിലെ ഗൂഢാലോചന സംബന്ധിച്ച് കേസെടുക്കാൻ കഴിയില്ല എന്ന് പോലീസ് അറിയിച്ചത് എന്തുകൊണ്ടാണ്? ഗോപികൃഷ്ണൻ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും വലിയ വിവാദമായ ഒരു ചർച്ചകളിൽ ഒന്നായിരുന്നു ഇ പി ജയരാജന്റെ BJP പ്രവേശനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ. അത് ശോഭാ സുരേന്ദ്രൻ കൊളുത്തിവിട്ട് കെ സുധാകരൻ ഏറ്റെടുത്ത ആരോപണം വോട്ടെടുപ്പ് നാളിൽ കാര്യമായി കേരളത്തിൽ ആളിക്കത്തി. മാത്രമല്ല, മുഖ്യമന്ത്രി പരസ്യമായി തള്ളിപ്പറഞ്ഞതിന് പിന്നാലെ എല്ലാം ഗൂഢാലോചന എന്നായിരുന്നു ഇ പി ജയരാജന്റെ ഇതുമായി ബന്ധപ്പെട്ട വാദം. അങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട കേസിലേക്ക് ഇ പി ജയരാജൻ കടക്കുന്നതും. DGPക്ക് നൽകിയ പരാതിയാണ് കേസെടുക്കാനാവില്ലെന്ന നിഗമനത്തോടെ എഴുതിത്തള്ളാൻ ഇപ്പോൾ പോലീസ് ഒരുങ്ങുന്നത്. TG നന്ദകുമാറിനൊപ്പം പ്രകാശ് ജാവ്ദേക്കർ മകന്റെ ഫ്ളാറ്റിലെത്തി തന്നെ കണ്ടതും പിന്നീട് ശോഭാ സുരേന്ദ്രൻ BJP പ്രവേശനമെന്ന ആരോപണം ഉന്നയിച്ചതും ഗൂഢാലോചനയാണെന്നും അതുവഴി മാനഹാനി ഉണ്ടായെന്നുമാണ് ഇ പിയുടെ പരാതി. എന്നാൽ മാനഹാനിക്കും ഗൂഢാലോചനയ്ക്കും പോലീസിന് നേരിട്ട് കേസെടുക്കാനാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ ഇക്കാര്യത്തിലെ നിലപാട്. കോടതി നിർദ്ദേശിച്ചാൽ മാത്രമാണ് അന്വേഷണ സാധ്യതയെന്നും ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രാഥമിക അന്വേഷണം നടത്തിയുള്ള അന്വേഷണ റിപ്പോർട്ട് അത് കഴക്കൂട്ടം ACP ഉടൻ സമർപ്പിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ഇ പിയുടെയും മകന്റെയും മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ഈ ഘട്ടത്തിൽ ആരോപണ വിധേയരുടെ മൊഴി എടുക്കേണ്ടതില്ല എന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും അന്തിമ റിപ്പോർട്ട് ഇക്കാര്യത്തിൽ കൈമാറിയ ശേഷമായിരിക്കും ഇനി എന്ത് വേണമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. ഇ പി ജയരാജൻ തുടർന്നെടുക്കുന്ന തീരുമാനവും അതേപോലെ തന്നെ LDF ഇക്കാര്യത്തിൽ തുടർന്നെടുക്കുന്ന തീരുമാനവും നിർണായകമാകും. ഗോപികൃഷ്ണൻ, ശരി, ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമാണ് ഇനി വരാനിരിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.